പല കാലങ്ങളിൽ പല വേഷങ്ങളിൽ നിരന്തരം സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ പൊലിഞ്ഞു വീണ തകർന്നുപോയ മനുഷ്യർ, മറ്റു ജീവജാലങ്ങൾ, അവരുടെ ആവാസ അതിജീവന വ്യവസ്ഥകൾ, ഒരുമിക്കാം അതിജീവനത്തിനായി മുറിവേറ്റ പ്രകൃതി പകർന്നു തന്ന പാഠങ്ങൾ മറന്നു പോകാതെ. കരിമേഘത്തിരമാലകൾ തെളിവാനം പൊതിയുമ്പോൾ പകലിരവുകൾ പെരുമാറി കലിതുള്ളി പെയ്യുമ്പോൾ പുഴയൊക്കെ കരയേറും മലയൊക്കെ നടുവിലും മരമൊക്കെ കടപുഴകും പുരയൊക്കെ തറവച്ചും കരനാരികൾ നാൽക്കാലികൾ നിലതെറ്റി പാടുമിടും നിലതെറ്റി പാടുപെടും. കരിമേഘത്തിരമാലകൾ തെളിവാനം പൊതിയുമ്പോൾ പകലിരവുകൾ പെരുമാറി കലിതുള്ളി പെയ്യുമ്പോൾ കലിതുള്ളി പെയ്യുമ്പോൾ കലിതുള്ളി പെയ്യുമ്പോൾ അയ്യോ അയ്യോ മക്കളെ മക്കളെ മാറി മക്കളെ. അയ്യോ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. എത്രയോ വലിയ ദുരന്തത്തിൽ രക്ഷപ്പെട്ട് വന്നതാ. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. നേരം പുലരുന്നവരെ ഞങ്ങളെ ഇവിടെ ഒന്നിരുന്നോട്ടെ മക്കളെ. അയ്യോ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. മഴയറുതിക്കൊടുവിൽ പകലൊരു നാളിൽ പുലരുമ്പോൾ കുടിലില്ല, വീടില്ല, വയലില്ല വിളയില്ല. തെരുവൊക്കെ തോടായി, കടയൊക്കെ കിണറായി. ഒരു നേരം വെച്ചുണ്ണാൻ ഒരു കരി അരിമണിയില്ല. ഉറ്റവരിൽ ചിലരില്ല. അയ്യോ തെരുവിൽ ചിലരില്ല, തിരയാനിടമില്ല. കരുണയ്ക്കായി കൈകൂപ്പി കരയുന്നു നാടാകെ, കരയുന്നു നാടാകെ. എൻ്റെ മോളെ കണ്ടോ? എൻ്റെ മോളെ കണ്ടോ? എൻ്റെ മോളെ ആരെങ്കിലും കണ്ടോ? എൻ്റെ മോളെ ആരെങ്കിലും കണ്ടോ? മോളെ 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 ഒരു മെയ്യായി ഒരു മനമായ അവിടെ നാം എത്തേണം. കനിവിൻ കടലൊഴുകേണം, കൈത്താങ്ങായി തീരേണം. മോളെ എന്തെങ്കിലും ഒന്ന് കഴിക്കും മോളെ. അങ്ങനെ പറയല്ലേ.
എന്തെങ്കിലും ഒന്ന് കഴിക്ക്. വേണ്ട, എനിക്കൊന്നും വേണ്ട. അച്ഛനും ആരുമില്ലാണ്ടായില്ലേ? അച്ഛനും അമ്മയില്ലാണ്ട് ഒരു ദിവസം പോലും ഞാൻ നിന്നില്ല. എങ്ങനെയാ? ദൈവം പ്രകൃതിയാണ്. എല്ലാം കനിഞ്ഞരുളുന്ന ജീവന്റെ മടിത്തട്ടാണ്. ആ പ്രകൃതിയെ മലിനമാക്കുമ്പോൾ, വ്രണപ്പെടുത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന ദുരന്തം ഭയാനകമാണെന്ന് നാം അനുഭവിച്ചറിഞ്ഞു. പ്രളയമായും ഭൂചലനമായും പ്രകൃതി പ്രതികാര താണ്ഡവമാടി. മരങ്ങൾ വെട്ടിമുറിക്കുമ്പോഴും മലകൾ ഇടിച്ചു തകർക്കുമ്പോഴും പുഴകൾ നികത്തുമ്പോഴും അവിടെയൊക്കെ ആകാശഗോപുരങ്ങൾ കെട്ടുമ്പോഴും അറിയുക മനുഷ്യനെ, നീ നിന്റെ നിലനിൽപ്പിന്റെ അടിത്തറയാണ് വെട്ടിമാറ്റുന്നതെന്ന്. ഒന്നും ആവശ്യപ്പെടാതെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായതെല്ലാം തരുന്ന പ്രകൃതിയാണ് ഏറ്റവും വലിയ ദൈവം. രാത്രിയും പകലും, കാറ്റും മഴയും, ജനനവും മരണവും എല്ലാം ആ അദൃശ്യശക്തിയുടെ ലീലാവിലാസങ്ങൾ. ജനനം, മരണം, അതിനിടയിൽ അല്പകാലത്തേക്കുള്ള യാത്ര. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനു വേണ്ടി പ്രപഞ്ചമാകുന്ന ശക്തി സ്രോതസ്സിനെ നമ്മൾ സംരക്ഷിക്കുക.